ദൂതർ പാടുന്നു, നൃത്തമാടുന്നു, ഉണ്ണി പുൽക്കൂട്ടിൽ വന്നു പിറന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉണ്ണീശോയെ സ്വീകരിക്കുവാനായി 16-ാം ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. ഇസ്രായേൽക്കാരുമായി കാനാൻ ദേശത്തേക്ക് പോകുന്ന മോശയെ നമുക്ക് മറക്കാനാകുമോ? ചെങ്കടലിലൂടെ മറുകര കടന്ന് ഇസ്രായേൽക്കാർ ഷൂർ മരുഭൂമിയിലൂടെ കാനാൻ ദേശത്തേക്ക് നടക്കുകയാണ്. 3 ദിവസമായി അവർക്ക് കുടിക്കാനും വെള്ളം കിട്ടിയിട്ട് എല്ലാവരും ദാഹിച്ച് തളർന്നു. കരുതിയിരുന്ന ജലമെല്ലാം തീർന്നു. ഇനി ഒരടി പോലും വെള്ളം കിട്ടാതെ മുൻപോട്ട് പോകാനാകില്ല. വൈകാതെ അവർ മാറ എന്ന സ്ഥലത്തെത്തി. അവർക്ക് ചുറ്റിലും വെള്ളമുണ്ട്, പക്ഷേ അത് കുടിക്കാനാകാത്ത വിധം കയ്പ് നിറഞ്ഞതാണ്. പ്രാർത്ഥന നിറഞ്ഞ കണ്ണുകളോടെ മോശ യഹോവയുടെ പക്കലേക്ക് കൈകൾ ഉയർത്തുന്നു. യഹോവ മോശയ്ക്ക് ഒരു തടിക്കഷ്ണം കാണിച്ചു കൊടുക്കുന്നു. അത് മോശയെടുത്ത് വെള്ളത്തിലിടുന്നു. വെള്ളം മധുരമുള്ളതാകുന്നു. പ്രിയമുള്ളവരെ, ചുറ്റിലുമുള്ള വെള്ളമൊക്കെ കയ്പ് നിറഞ്ഞതാകുന്ന ഒരവസ്ഥയിലൂടെയാകാം ചിലപ്പോൾ നാം എല്ലാം കടന്നു പോകുന്നത്. വെള്ളം സമൃദ്ധിയാണ് പ്രദാനം ചെയ്യുക. ചുറ്റിലുമെല്ലാം സമൃദ്ധിയായുണ്ട്, പക്ഷേ എല്ലാറ്റിനും കയ്പ് രുചിയാണ്. ഒന്നും മനുഷ്യനെ സംതൃപ്തനാക്കുന്നില്ല. എല്ലാം അവന് അരുചികരമാവുന്നു. ദൈവം ഒരു മരക്കഷണം വെള്ളത്തിലിടുവാൻ ആവശ്യപ്പെടുന്നു. വെള്ളത്തിന്റെ കയ്പ് മാറുക മാത്രമല്ല, അത് മധുരമുള്ളതാക്കി കൂടി തീരുന്നു. മനുഷ്യൻ കയ്പ് മാറ്റി മധുരമുണ്ടാകുവാൻ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കേണ്ട മരക്കഷണം അത് കുരിശുമരമാണ്. ക്രിസ്തുമസ് മനുഷ്യന്റെ കയ്പുകളെ മധുരതരമാക്കാനായി കുരിശു മരണത്തിലേക്ക് യേശു യാത്ര ആരംഭിക്കുന്ന ദിവസം കൂടിയാണ്. ചുറ്റിലുമുള്ളവരുടെ കയ്പുകൾ മാറ്റിയെടുക്കുവാൻ കർത്താവ് ചില മരക്കഷണങ്ങൾ കാണിച്ചു തരുന്നുണ്ടാകാം. അത് നാം എടുത്ത് വെള്ളത്തിലിടേണ്ടിയിരിക്കുന്നു. മധുരം കിനിയുന്ന മരക്കഷണങ്ങൾ കാണിച്ചു തരാൻ മാത്രമേ കർത്താവിന് സാധിക്കൂ. അതെടുത്ത് വെള്ളത്തിലിടേണ്ടത് ഞാൻ തന്നെയാണ്. കർത്താവ് കാണിച്ചു തന്ന ആ മരക്കഷണങ്ങൾ നീ വെള്ളത്തിൽ ഇട്ടിരുന്നെങ്കിൽ എത്രയോ കയ്പുകൾ നിന്റെയും മറ്റുള്ളവരുടെയും ജീവിതത്തിൽ മധുരതരമാകുമായിരുന്നു. ജീവിതം മധുരമുള്ളതാക്കി തീർക്കുവാനായി നമ്മോടൊപ്പമാകുന്ന ഉണ്ണിയേശുവിനോടൊപ്പം നമുക്കും യാത്ര ചെയ്യാം. നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.